ഒരു ഇൻഫ്ലുവൻസ് അല്ലേ, ഒന്നിലൊന്നും എനിക്ക് ഒന്ന് റെഡി ആയിക്കൂടെ. ഇന്ന് നമുക്ക് ഗ്ലാമി ഗംഗയുടെ കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആയാലോ. ഒരു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റ് സാരിയും ഗ്രീൻ ബ്ലൗസും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈ വീഡിയോ ഇടണോ എന്ന് തന്നെ എനിക്കൊരു സംശയമായിരുന്നു. കാരണം കുറച്ച് പേർക്ക് ഇങ്ങനെ പറയണ്ടായിരുന്നു ഞാൻ ഭയങ്കര സിമ്പിളായിപ്പോയി, സെറ്റിലായിപ്പോയി, ഡ്രസ്സിങ് ഇത്തിരി കൂടെ ബെറ്റർ ആക്കായിരുന്നു. ഒരു ഇൻഫ്ലുവൻസ് അല്ലേ, ഒന്നിലൊന്നും എനിക്ക് ഒന്ന് റെഡി ആയിക്കൂടെ. വീഡിയോയിലൊക്കെ രസമായിട്ട് വന്നിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു കുറച്ച് ഇതുണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ മനസ്സിൽ എങ്ങനെയായിരുന്നു അറിയോ, ഇതൊരു ഗുരുവായൂർ വെച്ച് നടക്കണ കല്യാണം. അപ്പോൾ കുറച്ച് ഒന്ന് എന്താ പറയുക, എത്ര ആളുകളുണ്ട് അവിടെ. അപ്പോൾ ഒരുപാട് ജനങ്ങളിങ്ങനെ ഒത്തിരി പേര് വരുന്ന സ്ഥലമല്ലേ. ഞാൻ അങ്ങനെ കേട്ടിട്ടും പോലും ഉണ്ട് ഈ ഗുരുവായൂർ ഇങ്ങനെ അമ്പലത്തിൽ കല്യാണത്തിനിടെ ചെക്കനും പെണ്ണും വരെ മാറിപ്പോൾ അത്ര തിക്കും തിരക്കൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓർത്തത് നേരെ ഫസ്റ്റ് വിചാരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ നേരെ കല്യാണത്തിന് പോകുന്നു, അങ്ങടേക്ക് അമ്പലത്തിലേക്ക് ചെല്ലുന്നതാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ അവരുമായിട്ട് ബ്ലെൻഡായി പോകണം, നോർമലി ടെമ്പിൾ ലുക്ക്, അതാണ് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. ഒരു സിമ്പിൾ നോ മേക്കപ്പ് അങ്ങനത്തെ ഒരു സാധനമാണ് ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇച്ചിരി കൂടെ എന്താണ് സട്ടിലായി പോയില്ല, ഇത്തിരി കൂടി നന്നാക്കായിരുന്നു. അത് അവരെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ അങ്ങനെ തോന്നണേ. കാരണം അവർ നന്നായിട്ട് എഫേർട്ട് ഇട്ട് നല്ല ഡ്രസ്സും നല്ല മേക്കപ്പും നന്നായി ഹെയറും ഒക്കെ സെറ്റ് ചെയ്ത് ഫുൾ ഓൺ അവർ നല്ല രസമായിട്ട് അവരത്ര അടിപൊളിയായിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫൗണ്ടേഷൻ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മളെക്കാൾ വൈബ്രൻ്റായിട്ട് സാച്ചുറേഷൻ ഉള്ള ആളുകളുണ്ടാകുമ്പോൾ നമ്മൾ ഇത്തിരി ബ്യൂട്ടിഡായി നിൽക്കും. ഇപ്പം എൻ്റെ അത്ര പോലും റെഡി ആവാത്ത നോർമലായിട്ട് നമ്മൾ അമ്പലത്തിൽ പോണ പോലത്തെ ആളുകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഡ്രസ്സപ്പ് ആയിട്ടുള്ള പോലെ നിങ്ങൾക്ക് തോന്നിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ നിങ്ങൾ എന്നെ മാത്രമായിട്ടൊന്ന് നോക്കിക്കേ, വേറെ ആരെയും നോക്കാണ്ട് എന്നെ മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെമ്പിൾ വെഡ്ഡിങ് ഗസ്റ്റ് ലുക്കിന് ഒരു ആപ്റ്റായിട്ടുള്ളൊരു ഡ്രസ്സിങ് തന്നെയല്ലേ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ എനിക്ക് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി കൊള്ളാം, ഓക്കെയാണ്, ഒരു കല്യാണത്തിനൊക്കെ പറ്റിയതാണെന്നാണ് എനിക്ക് കണ്ണാടി നോക്കിയപ്പോഴേക്കും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ബേസിക്കലി ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ സ്ഥിരമായി കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് എല്ലാ സാധനവും, ഞാൻ എൻ്റെ വ്ളോഗ് പോലും നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും. ഞാൻ അത്ര കുതിര ക്വാളിറ്റി വന്നിട്ടാണ് വ്ളോഗ് പോലും ചെയ്യാറില്ല. എനിക്കങ്ങനെ ഞാൻ അങ്ങനെ എൻ്റെ കല്യാണം തന്നെ നിങ്ങൾക്ക് എടുത്ത് നോക്കി അറിയാമായിരിക്കും. അത്രയും സിമ്പിളായിട്ട് ഞാൻ കല്യാണത്തിന് പോലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കണം, ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യല്ലേ പ്ലീസ്. എന്നിൽ നിന്ന് നിങ്ങൾ ബ്യൂട്ടി സാധനങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തോളൂ. ഞാനതിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, ഓരോരോ പുതിയ സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാനും ഓരോന്ന് പരീക്ഷിക്കാനും ഒക്കെ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷേ ഈ സ്റ്റൈലിങ് എന്നോട് പറയില്ല, എനിക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കും അത്. ഞാൻ അങ്ങനെ വിചാരിക്കും ഇവരൊക്കെ എങ്ങനെയാടാ അത് റെഡിയാക്കണം. കഴിഞ്ഞ ഞാൻ ശരണ്യനെ കണ്ടപ്പോൾ അവളോട് പറയാം, നീ എനിക്ക് അടുത്ത പ്രാവശ്യം മുതൽ നീ എന്നെ ഒന്ന് സെറ്റാക്കി താ, എനിക്കത് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കും അങ്ങനെ അറേഞ്ച് ചെയ്യുക. സ്ട്രെസ് ഒന്നും എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് എങ്ങനെ ഞാൻ പറഞ്ഞു തരണോ, എനിക്കതിങ്ങനെ ടെൻഷൻ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് വീട്ടിലിരുന്ന് മേക്കപ്പ് ലുക്ക്, നമ്മുടെ മേക്കപ്പ് വീഡിയോസ് ചെയ്യില്ല, അതെനിക്കിഷ്ടമാണ്. അപ്പോൾ എനിക്കിരുന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക റിലാക്സിങ് ആയിട്ട് ഇങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് എനിക്കിഷ്ടമാണ്. പക്ഷേ എന്താ പറയുക, ബാക്കിയുള്ളവരെക്കാൾ അടിപൊളിയായിട്ട് ഒരുങ്ങാൻ എനിക്കറിയില്ല. അറിയില്ലെന്നല്ല, ഞാൻ എങ്ങനെ ശ്രമിച്ചാലും എനിക്കത് പറ്റാറില്ല. എനിക്കത് ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളുടെ ഒക്കെ വ്യത്യാസമാകും. പിന്നെ ഞാൻ അത്ര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരാളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ ട്രെൻഡുകളുമായി ഒത്തുപോകാൻ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്നു. ഏതുകൊണ്ടോ അപ്പോൾ അങ്ങനത്തെ കമൻസ് കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമം വന്നു. സാരില്ല പോട്ടെ. എന്തായാലും അപ്പോൾ നിങ്ങൾ കുറച്ചധികം പേർക്ക് ഇഷ്ടമായി എന്ന് കൂടി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇഷ്ടമായി എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാക്കിയുള്ള ഗെറ്റ് റെഡി എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാവേ. അപ്പോൾ ഞാൻ അങ്ങനെ എന്താണ് എൻ്റെ ബോഡി ഞാൻ സ്ലീവ്ലെസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷനകത്ത് ഹൈലൈറ്റർ മിക്സ് ചെയ്ത് കയ്യിലൊന്നും ഇടുക. ഇത് ഞാൻ സ്ലീവ്ലെസ് ഇടാനുള്ള കാര്യം, നമ്മൾ സാരിയുടെ വീഡിയോ ചെയ്യില്ലേ, സാരി വീഡിയോ ചെയ്യുമ്പോഴേക്കും എനിക്ക് സ്ലീവ്ലെസ് ആകുമ്പോൾ എല്ലാ സാരീസിൻ്റെ കൂടെ ഒത്തുപോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ലീവ്സ് ഇതിന് വേണ്ടിയിട്ട് ഇനി സ്ലീവ്സ് വെക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതിന് വേണ്ടി ഒന്നും മേടിച്ച പോലും ഇല്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള സാധനം തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എക്സ്ട്രാ ഞാനൊന്നും മേടിക്കുക ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് ഞാൻ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ അണ്ടർ ടോൺ നോക്കി ഇങ്ങനെ ഒലീവ് ടിൻ്റുള്ള ഫൗണ്ടേഷൻ ഞാൻ സെലക്ട് ചെയ്യുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പൊടിക്ക് അതെനിക്ക് ലൈറ്റായിരുന്നു. പിന്നെ ഞാൻ മറ്റേ ഓറഞ്ച് കൺസീലർ ഓറഞ്ച് കളർ കറക്റ്റർ ഫൗണ്ടേഷനായിട്ട് മിക്സ് ചെയ്ത് എൻ്റെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ചുണ്ടിൻ്റെ സൈഡിലില്ലേ അവിടെ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തു. അത് എനിക്ക് തോന്നുന്നു ഇച്ചിരി കുറഞ്ഞു പോയി തോന്നുന്നു. കാരണം ഇതിൻ്റെ മാച്ച് കറക്റ്റായിട്ടുണ്ട്. കാരണം സാധാരണ ഞാൻ എപ്പോഴും ഫൗണ്ടേഷൻ ഇടുമ്പോൾ എൻ്റെ ഫേസ് ഡാർക്കും എൻ്റെ ചെസ്റ്റ് യെല്ലോ ആയിട്ടിരിക്കാറാണ് പതിവ്. പക്ഷേ ഇത്തവണ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല. ഇച്ചിരി ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ്റെ അവിടെ ഇത്തിരി ഒരു ആഷിയായിട്ട്, അതും ഭയങ്കര ആഷിയായിട്ടുണ്ടോ എനിക്കറിയില്ല, ഇച്ചിരി ആഷിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി പക്ഷേ
കളർ മാച്ച് നന്നായിരുന്നു. മറ്റത് ഇത്തിരി ഡള്ളാക്കുമായിരുന്നു. ഇത്തവണ എനിക്ക് അങ്ങനെ ഡള്ളാക്കിയില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. പിന്നെ ഞാൻ ഓർക്കണം, ഞാൻ ഈ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ലീവ് ടോണുള്ള നോക്കി തന്നെ സെലക്ട് ചെയ്യണം. പിന്നെ അന്നക്കുട്ടി ഞാനായിട്ട് ഇടിയായിരുന്നു. അന്നക്കുട്ടിക്ക് റെഡിയാവാൻ ഞാൻ സ്ഥലം കൊടുക്കണില്ല, ഞാൻ ക്യാമറ കൊണ്ട് ഒത്തു നടക്ക് വെച്ചിരിക്കുക, ഡ്രസ്സ് മാറാൻ പോലുള്ള പ്രൈവസി ഇല്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് 9 മണിക്ക് 9:30 കേട്ടോ കല്യാണം. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് റെഡിയാവാണ്. ഞങ്ങൾ കല്യാണം കാണണമല്ലോ, ഇവിടെ വരെ പോയിട്ട് കല്യാണം കാണാണ്ട് വരണം എങ്ങനെയാണ് ഓർത്തിട്ട്. പക്ഷെ അന്നാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ ആളുകളെ കല്യാണം കഴിപ്പിക്കുക എന്ന് വെച്ചാൽ ടൈമില്ല, ടൈം സ്ലോട്ട് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്കറിയില്ലല്ലോ, ഞങ്ങൾ ഇവിടുന്ന് കറക്റ്റ് സമയത്ത് 9 മണിക്ക് മുമ്പേ തന്നെ ഞങ്ങൾ ഒരുപാട് മുന്നേ തന്നെ ഞങ്ങൾ ഇറങ്ങി. അവിടെ പോയി അവരുടെ ഹോട്ടലിൽ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. പിന്നെ ഇന്ന് എൻ്റെ കേൾസ് വന്നിരിക്കണം, എനിക്ക് നന്നായി ഇഷ്ടമായിട്ടോ. ഇത് ഞങ്ങൾ തലേ ദിവസം എപ്പോഴാണ് ഒരു 11 മണിയൊക്കെ ആയി തോന്നുന്നു റൂമിലെത്തിയപ്പോൾ. വെച്ചാൽ രാവിലെ അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ ഇറങ്ങണം. ഇവിടുന്ന് ഒരു 3 മണിക്കൂറിൽ മേലെ ഉണ്ട് ഗുരുവായൂർ വരെ എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. ദിവസം വന്നപ്പോൾ ഞാൻ മുടി ഇങ്ങനെ നനച്ചിട്ട് കേൾ കോ എന്ന് പറഞ്ഞിട്ട്, കേൾ കോയാണോ ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ ബ്രാൻഡ്. അവരുടെ ലൈറ്റ് ഹോൾഡ് ജെല്ലും ക്രീമും എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒറ്റ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുത്താൽ കേട്ടോ മുടി. പക്ഷെ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നല്ല രസമായിട്ട് കിടക്കണില്ലേ, എനിക്കിഷ്ടപ്പെട്ടു മുടി കിടക്കണേ. ഞാൻ വെളിയിലോട്ട് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പറന്നെങ്കിലും വലിയ മോശമായിട്ടില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയേ. ഞാൻ മേക്കപ്പെല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ അവിടെ ഫോട്ടോ കൊടുക്കാം കേട്ടോ. അവിടെ ലിപ്സ്റ്റിക്കും ഒരു പൊട്ടും തൊട്ടെന്നല്ലാണ്ട് വലിയ വ്യത്യാസം. ഞാൻ വെച്ചാൽ 1/2 മണിക്കൂർ എടുത്ത് ഒരുങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാം, നോ മേക്കപ്പ് ലുക്ക്. എന്നാൽ എൻ്റെ ഫേസിലുള്ള ഇംപെർഫെക്ഷൻസ് ഒന്ന്, ആ ഒരു ഡാർക്ക് സ്പോട്ട്സും അതൊക്കെ ഒന്ന് ഹൈഡാക്കാൻ പറ്റിയ രീതിയിലാട്ടോ ഞാൻ ചെയ്ത് വന്നപ്പോഴേക്കും ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫൗണ്ടേഷൻ മാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ടും. അപ്പോൾ ഞാൻ ഫുള്ളിങ്ങനെ ഇത് മേക്കപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഓർണമെൻറ്റ്സ് ഇട്ട് നോക്കുകയാണ് കേട്ടോ. സാരിയാണ് എൻ്റെ റെഡി ടു വെയർ സാരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഉടുക്കാൻ അറിയുന്നതുകൊണ്ട് റെഡി ടു വെയറിനെക്കാട്ടിൽ എനിക്ക് ഇത്തിരി കൂടി പ്ലീറ്റ് എടുത്ത് ഉടുക്കണമായിരുന്നു നല്ലത്. പിന്നെ എനിക്കിത് കറക്റ്റ് ചെയ്ത് ചെയ്യാൻ ഉള്ള സമയം ഉണ്ടായിരുന്നില്ല. രാവിലെ ഞങ്ങൾ ധൃതി പിടിച്ച് ഇടിയായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇത് കറക്റ്റ് ചെയ്യാനായിട്ടൊന്നുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിരുന്നില്ല. ഷടപടേ എന്നുള്ള ഓട്ടമായിരുന്നു. ഈ രണ്ട് കമ്മൽ ഞാൻ ഇട്ട് നോക്കിയിട്ട് എൻ്റെ ഇച്ചിരി വട്ടമൊഹായതുകൊണ്ട് ഞാൻ മറ്റേ നീണ്ട കമ്മലാട്ടോ സെലക്ട് ചെയ്തേ. പിന്നെ ഞാൻ പച്ച ഈ കുപ്പിവളയും അതിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ഇതും ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ 2 സൈഡിലും. പക്ഷെ എനിക്ക് ഈ കമ്മലല്ല ഇത്തിരി കൂടി ചേരണേ മറ്റേനെക്കാട്ടിലും. അതെൻ്റെ ഫേസിൻ്റെ വൈബ്രൻസി കാണാൻ തോന്നുന്നു ഈ ഒരു കളറ് ചേരണേ. പക്ഷേ ഇത് മാത്രമായിട്ട് ഇടുമ്പോൾ എന്താ പ്രശ്നം അറിയോ, ഞാൻ ഭയങ്കരമായിട്ട് സിമ്പിളായി പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കതായിരുന്നു ഇഷ്ടപ്പെട്ടത്. ഞാൻ പിന്നെ അന്നക്കുട്ടിനോട് വെച്ചപ്പോൾ അന്നക്കുട്ടി പറഞ്ഞു ഈ മാട്ടി കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഒരു ഡിഫറെൻ്റ് ആയിരിക്കും ഓർത്തിട്ടാണ് ഞാൻ പിന്നെ ആ മാട്ടിയുള്ള സാധനം ഇട്ട്. എനിക്ക് മറ്റേതായിരുന്നു എനിക്ക് കുറച്ചും കൂടിയിട്ട് ഇഷ്ടപ്പെട്ടത്. ഇത് മാത്രമായിരുന്നു എൻ്റെ ഈ ഒരു ഫുള്ള് ലുക്കിനകത്ത് ഇച്ചിരി എടുത്ത് നിന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഈ ഒരു ലിപ് ലൈനർ ഇട്ട്, നിങ്ങൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴല്ലോ, ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം ലിപ് ലൈനർ ഇടുവാണെങ്കിൽ ലിപ്സ് നല്ല ഡിഫൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോംബോ ആയിട്ടത് ഒരു നൈസായിട്ടുള്ളൊരു കളറാണ്. അങ്ങനെ ഒത്തിരി ലൗഡല്ല എന്നാൽ ഭയങ്കര സട്ടിൽഡ് അല്ലാത്ത രീതിയിലുള്ളൊരു കളറാട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ലിപ്സ്റ്റിക് കോംബോ. പിന്നെ എനിക്ക് ഒരുങ്ങിയത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കണേ. അസിചേച്ചിയുടെ ലുക്ക് കണ്ടിട്ടെങ്കിൽ ശരിക്കും മറ്റേ പഴയ രാജാവ് രാജ്ഞി അങ്ങനത്തെ ഒരു ആ ഒരു വൈബില്ലേ, അങ്ങനത്തെ ഒരു രസമുള്ളൊരു ഇത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഇവിടെ വന്ന് ഇവർ വരാൻ ലേറ്റ് ആയപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇഡ്ഡലി, മസാല ദോശ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിരുന്ന അതേ ഹോട്ടലിൽ നിന്നാട്ടോ. റെനൈ അങ്ങനെ ഒരു പേര് എന്ന് ശ്രീകൃഷ്ണ അങ്ങനത്തെ ഒരു ഹോട്ടലിൽ നിന്നാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോ പിടിച്ച് അവിടെ നിന്ന് അടുത്താട്ടോ ഓട്ടോ പിടിച്ച് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫുൾ ലുക്ക്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി ഞങ്ങൾ. പിന്നെ ഞാൻ മുല്ലപ്പൂ മേടിച്ചു. അവിടെ ഞാൻ മാത്രം മുല്ലപ്പൂ വയ്ക്കാതിരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അവിടെ നിന്നൊരു മുല്ലപ്പൂ മേടിച്ച് ബാക്കിൽ ഇങ്ങനെ മുല്ലപ്പൂ ചേച്ചി ഇങ്ങനെ കുത്തിത്തരാം കേട്ടോ. ചേച്ചിയുടെ സൈഡിൽ കണ്ടിട്ട് ശരിക്കും എനിക്കിങ്ങനെ പഴയ അങ്ങനത്തെ ഒരു ലുക്ക് ഫീൽ ചെയ്യുക. ഇങ്ങനെ കേട്ടോ മുല്ലപ്പൂ വെച്ചിട്ടിരുന്നത്. മുടി ബാക്ക് സൈഡിൽ താഴത്തെ കേൾസ് ഇച്ചിരി പോയി എന്ന് തോന്നുന്നു, ഇച്ചിരി ഇങ്ങനെ താഴത്തൊക്കെ ഇറങ്ങിപ്പോയി. നോക്ക് ഗംഗ നല്ല സുന്ദരിയായിട്ടില്ലേ കാണാൻ. നല്ല ആ ഡ്രസ്സ് ആ കളർ അവൾക്ക് നന്നായി ചേരുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഇത്രയും ആളുകൾ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരുന്ന് മറ്റേ ഈ എന്താണ് ഫോം പിടിച്ച് നിൽക്കണേ, ഇങ്ങനെ അങ്ങോട്ട് തിരിയുമ്പോഴൊക്കെ ഫോം പിടിച്ച് നിൽക്കണേ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. രസമുണ്ടായിരുന്നു. ചുറ്റും ഇങ്ങനെ നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന പോലെ ഞാൻ നേരിട്ട് അങ്ങനെ ഇപ്പോഴാണ് അത്ര നന്നായി കാണുന്നത്. ഇത് മണ്ഡപത്തിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെന്ന് എല്ലാവരും കയറേണ്ടവരിങ്ങനെ ഷടപടെ പെട്ടെന്ന് കയറിക്കൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചോളണം. അങ്ങനെ ധൃതിയായിരുന്നു. ഇങ്ങനെ താലി കെട്ടുന്ന സമയത്ത് ബാക്കിൽ ഇങ്ങനെ കെട്ടുമേളം കേൾക്കില്ലേ, അപ്പോൾ ഭയങ്കര ഒരു ഫീലായിരുന്നു. എന്നുവെച്ചാൽ
എനിക്കൊന്നാതെ എനിക്ക് എൻ്റെ കല്യാണം ഇങ്ങനെ ഓർമ്മ വരുമായിരുന്നു ആ സമയം കേട്ടപ്പോൾ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ പഴയ ഫീലുകളൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. പിന്നെ അവളുടെ മുഖത്ത് ഇങ്ങനെ ആ ഒരു സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് വന്നിട്ടുള്ള എപ്പോഴും പെൺകുട്ടികളുടെ ഒരു പുതിയ തുടക്കം കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു ജനിച്ച് വീണ പോലത്തെ അങ്ങനത്തെ ഒരു ഫീലാണ് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവളിങ്ങനെ ഭയങ്കര അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണത് കാണാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര അടുത്ത് നിന്നാണ് കണ്ടേ. അപ്പോൾ ഇങ്ങനെ അടുത്ത് നിന്ന് കാണുമ്പോൾ അത് ഭയങ്കര ഡിഫറെൻറ്റ് ഫീലായിരുന്നു. അപ്പോഴും ഒക്കെ ചുറ്റിനും ഇങ്ങനെ ഫോൺ പിടിച്ച് ഇങ്ങനെ ആളുകൾ ഫുള്ള് ഫ്രണ്ടിൽ എല്ലായിടും ചുറ്റിനും ഫോൺ പിടിച്ചിട്ട് ആളുകൾ. അത് നല്ല തിരക്കുമായിരുന്നു, പൊതുവേ തിരക്കായിരുന്നു, അല്ലാതെ ഇതിനകത്തും നല്ലോണം തിരക്കായിരുന്നു. ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ബാക്കിലോട്ട് തിരിഞ്ഞ് തട്ടുമ്പോൾ വേറെ കല്യാണ പെണ്ണും ചെക്കനെയാണ് കാണുന്നത്. ഒരുപാട് പേര്, നമുക്ക് എത്ര പേരെ ചുറ്റും നിൽക്കുന്നത്. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി അങ്ങനത്തെ ആളുകളെ കണ്ടപ്പോൾ. പിന്നെ കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. ഒരുപാട് അങ്ങോട്ട് തിരുമ്പോഴൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നേ. പിന്നെ ഞാൻ അവിടെ പപ്പടം മേടിച്ചു കേട്ടോ. ഗുരുവായൂർ പപ്പടം നല്ല ഫേമസ് ആണെന്ന് ഞാൻ കേട്ടിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ തിരിച്ച് ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് ഹോട്ടലിലോട്ട് വരാം. അവിടെ കല്യാണം ഷടപടേ എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു. പിന്നെ അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അവിടെ നേരെ പോന്ന് കഴിഞ്ഞ് ഹോട്ടലിൽ തന്നെയാണ് ഫുഡ് ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ കണ്ടോ, അതായിട്ടിരിക്കുന്ന ടേബിളിൽ ഇട്ടിരിക്കുന്ന അത്ര 50 പേര് കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും കുറച്ച് ആളുകളാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു, എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഗംഗേനോടൊക്കെ ടാറ്റ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തൊക്കെ സെറ്റാക്കി എല്ലാവരെയും കണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലോട്ട് പോവുക. അവിടെ ഞങ്ങൾ ഒന്നും പാക്ക് ചെയ്തിട്ടില്ലായിരുന്നു. രാവിലെ 9 മണിക്ക് കല്യാണം പറഞ്ഞു ഓട്ടമായിരുന്നു. എന്നിട്ട് ചെന്നു പിന്നെ എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി വ്ളോഗ് പ്ലസ് ഗെറ്റ് റെഡി വിത്ത് മീ.